തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ ഡോക്ടർ രാജ്കുമാറിനെതിരെ കേസെടുത്തു. സുമയ്യയുടെ ശരീരത്തിലെ ട്യൂബ് മാറ്റുന്നത് വിദഗ്ധ സമിതി പരിശോധിച്ച് തീരുമാനിക്കും. നഷ്ടപരിഹാരം നൽകുന്ന കാര്യം സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന സുമയ്യയുടെ കുടുംബത്തിന് ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. തന്റെ ദുരിതം പുറത്തു കൊണ്ടുവന്ന 24-ന് സുമയ്യ നന്ദി പറഞ്ഞു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ 24 ആണ് ഈ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്നത്. 24 ഇമ്പാക്ട്. ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ഓഫീസിന് മുന്നിൽ സുമയ്യയും കുടുംബവും പ്രതിഷേധിച്ചതോടെയാണ് അഡീഷണൽ ഡയറക്ടർ ചർച്ചയ്ക്ക് തയ്യാറായത്. ഡോക്ടർ രാജീവ് കുമാറിനെതിരെ നടപടിയെടുക്കുമെന്ന് ADHS ഉറപ്പ് നൽകി. വിദഗ്ധ സമിതി പരിശോധിച്ചതിനു ശേഷം കഴിയുമെങ്കിൽ സർക്കാർ ചെലവിൽ ട്യൂബ് പുറത്തെടുക്കും. തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. വിദഗ്ധ സമിതി ഇനി തിരിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ അതിനുള്ള ഒരു ചെയ്യാം. നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇനിയിപ്പം ഇവിടെ കേരളത്തിലല്ല, ഇനി പുറത്തായിരുന്നാൽ പോലും ഇതെടുക്കുന്നതിനുള്ള എല്ലാ ബാധ്യതയും എല്ലാ സാമ്പത്തികവും ഏറ്റെടുക്കേണ്ടത് സർക്കാരും ആരോഗ്യവകുപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബന്ധുവിന്റെ പരാതിയിൽ സുമയുടെ മൊഴിയെടുത്ത് കന്റോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. IPC 336, 338 വകുപ്പുകൾ ചുമത്തി. സുമയുടെ ശരീരത്തിൽ വയർ കുടുങ്ങിയത് ഡോക്ടറുടെ അലക്ഷ്യമായ പ്രവൃത്തിയാണെന്നാണ് FIR-ൽ പറയുന്നത്. തനിക്ക് നീതി ലഭിക്കുമെന്നുറപ്പെന്നും വാർത്ത പുറത്തു കൊണ്ടുവന്ന 24-ന് നന്ദിയെന്നും സുമയ്യ. ആദ്യമായിട്ട് 24 ചാനലുകാർ തന്നെയാണ് എനിക്ക് ആദ്യമായിട്ട് ഈ വാർത്ത കൊണ്ടുവന്നത്. അതിലെനിക്ക് സന്തോഷമുണ്ട്. നടപടി ഉടനെ ഉണ്ടാവുമെന്നാണ് എനിക്ക് അവിടെ നിന്ന് അറിയിപ്പ് തന്നിട്ടുള്ളത്. തുടർ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകാനാണ് സുമയ്യയുടെയും കുടുംബത്തിന്റെയും തീരുമാനം. 24 തിരുവനന്തപുരം.